ഇതിന്റെ കഥ ആദ്യം ഞാൻ ആലോചിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഈ സിനിമ സംഭവിക്കണമെങ്കിൽ കുറെ പേരുടെ ഈ പറഞ്ഞ യെസ് വേണം. അതിനാദ്യം കിട്ടേണ്ടത് മമ്മൂക്കയുടെ യെസ് ആണ്. അപ്പൊ അത് മമ്മൂക്കയോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ, ഇതിന്റെ മേലെ വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പൊ മമ്മൂക്കയോട് പറഞ്ഞു നമുക്ക് ഓക്കെ നീ ചെയ്തോടാ എന്നാണ് പറഞ്ഞത്. ആസിഫ് അലി എന്ന് പറയുന്ന നടനെയോ ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെയോ യാതൊരു രീതിയിലും ചേഞ്ച് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുള്ളൂ. കാരണം ഞാൻ ഇപ്പൊ കാണുന്ന സമയത്ത്, ഇന്നലെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന സമയത്തും ഈ പറയുന്ന വിജയിച്ച് നിൽക്കുന്ന ആസിഫ് അലിയാണ്. എനിക്ക് വിജയിച്ച് നിൽക്കുന്ന ആസിഫ് അലിയും പഴയ ആസിഫ് അലി എന്നുണ്ടെങ്കിൽ യാതൊരു വ്യത്യാസവും എനിക്ക് പെരുമാറ്റത്തിലോ ഒന്നിനും തോന്നിയിട്ടില്ല. ഇപ്പൊ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓക്കെയാണെന്ന് തോന്നുന്ന സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറം പ്രേക്ഷകൻ എന്ത് ചിന്തിക്കും, നിരൂപകർ എന്ത് പറയും എന്നൊക്കെ അതിനെ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വർക്കൗട്ട് ആയി വരുമോ എന്നുള്ള കാര്യം ഭയങ്കര സംശയമാണ്. അതുകൊണ്ട് ഞാൻ അത്തരം ചിന്തകൾ സ്ക്രിപ്റ്റിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ മേക്കിങ്ങിന്റെ സമയത്തോ അത് ചിന്തിക്കാറില്ല. അത് ചിന്തിക്കുന്നത് ഇപ്പോൾ തിയേറ്ററിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് അതിനെപ്പറ്റി അത്രയും ബോധരാകും. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്ന് പറയുന്നത് മാത്രമായി അവന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്റർ ഇറങ്ങി അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക വിജയം നേടേണ്ടി എന്നെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സിനിമയാണ്. ഹായ്, രേഖാചിത്രത്തിന്റെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോയാണ് ഇന്ന് കൂടെ ഉള്ളത്. വെൽക്കം. പടം ഇന്നലെ റിലീസായി, നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ആസിഫ് ക മീഡിയ പേഴ്സൺസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോഫിന്റെ മാജിക് ആണ് ശരിക്കും രേഖാചിത്രം എന്ന്. ആദ്യ സിനിമ പ്രീസ്റ്റ് ആണ്, ആദ്യം ഒരുപാട് ആ സമയത്ത് തന്നെ ആലോചിക്കുന്ന കഥയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ ശരിക്കും ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്? സന്തോഷമുണ്ട്. കാരണം ഈ പറയുന്ന കുറച്ച് നാളായിട്ടുള്ളൊരു അധ്വാനത്തിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആളുകൾ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആൾക്കാർക്ക് അത് കണക്റ്റായി എന്ന് പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ത്രില്ലറല്ല. ഞങ്ങളിപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമയെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. ഇതിന് ഒരു സീറ്റഡ് ത്രില്ലറോ ഭയങ്കര സസ്പെൻസ് ഉള്ള ത്രില്ലറോ ഒന്നുമല്ല. ഇതൊരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അപ്പോൾ നമ്മളിതിനെ ത്രില്ലറാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ നമുക്ക് വേണ്ടതായിട്ടുള്ള ഡ്രാമയ്ക്ക് സ്പേസ് കുറയുന്ന എന്ന് പറയുന്ന സംഭവം വന്ന സമയത്താണ് ത്രില്ലർ പോയിന്റുകളെ ഭയങ്കര ഷോർട്ടാക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഈ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഡ്രാമ സ്പേസിലേക്ക് കൂടുതൽ സമയമെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ പ്രേക്ഷകരതൊരു ത്രില്ലറായിട്ട് കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ വർക്കാവാതെ വരും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നേരത്തോട്ട് പറയുന്നത് അതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് സിനിമ ആൾക്കാർ കാണുന്നതെന്നും ആ സിനിമയുടേതായ രീതിയിൽ അത് അംഗീകരിക്കപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓണർ ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയാവുകയാണ്. ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാലത്തിന് നിങ്ങൾ വേറെ രീതിയിലും കൂടെ വ്യാഖ്യാനിക്കുകയാണല്ലോ. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ തന്നെ രണ്ട് കാലഘട്ടവും ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇന്ന് 2024 നടക്കുന്ന ഒരു കഥയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതും. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു ഇതിൽ? ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഞാൻ കുറേ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്ലറിക്കൽ ജോബ് ഇതിൻ്റെ ഭയങ്കര ഒരു ഇതായിരുന്നു. ഈ പറയുന്ന ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു സിനിമയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ചില മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരുടെ ഫാമിലിയെ കോൺടാക്ട് ചെയ്യുക. അത്തരത്തിലുള്ളൊരു ചലഞ്ച് ഭയങ്കരമായിരുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു 80s സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുക, ഒരു മൂവി സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുക എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് വിശ്വാസയോഗ്യമാക്കണം എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് ഉണ്ട്. എന്നാൽ അതിന് ഭയങ്കരമായിട്ട് നമുക്കൊരു ബഡ്ജറ്റിലേക്ക് ഈ സിനിമ പോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ ആ സിനിമയെ നിർത്താൻ വേണ്ടിയിട്ട് ശരിക്കും ഒരുപാട് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ടീം മൊത്തത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു ആക്ടർ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് 60 ദിവസം വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് വർക്ക് ചെയ്തത്. അതിൽ വലിയൊരു ക്രെഡിറ്റ് ജോഫിന് തന്നെ ഉള്ളതാണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിനിമ, വലിയ സിനിമ തന്നെ പറയാം, അല്ലെങ്കിൽ അത്രയും ദിവസങ്ങൾ വേണ്ട ഒരു സിനിമ 60ലേക്ക് ചുരുക്കുക എന്ന് പറയുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞില്ല ഇതിന് ഈ സിനിമ എത്രത്തോളം കൊമേഴ്ഷ്യലി വലിയ വിജയത്തിൽ ഇപ്പൊ കാണുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേണു സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കഥ കേൾക്കുന്ന സമയത്ത് സിനിമ നല്ല സിനിമയായിരിക്കും, പക്ഷെ ഇത് ഇത്രത്തോളം ഈ പറയുന്ന ആൾക്കാർ ഏറ്റെടുക്കും, ഇത് ഇങ്ങനെ ഒരു ആൾക്കാർ പ്രതീക്ഷിക്കുന്ന പോലെ ത്രില്ലർ അല്ല. ഇതൊക്കെ എനിക്കും അറിയാം. ഇത് ആദ്യം മനസ്സിലാക്കുന്ന ആളെ ഞാനാണ്. നമ്മൾ ഒരു പുതിയൊരു പരീക്ഷണം ഒന്നുമല്ല. നമ്മൾ ഇതിന് നേരത്തെ സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷെ ആ സിനിമകളൊക്കെ ചിലപ്പോൾ ഇത്രത്തോളം ഇപ്പോൾ ഈ സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കിട്ടിയ അത്രത്തോളം ഒരു സ്വീകാര്യത
ഈ ഒരു നിലയിൽ വന്നിട്ടുള്ള പല സിനിമകളും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു, പക്ഷേ അതൊരു അമിത ബഡ്ജറ്റിലേക്ക് പോവാതെ ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്ന തീരുമാനം എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയ്ക്ക് വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് വേണം. അപ്പോൾ അത് നമുക്ക് ചെറിയ ആൾക്കാരെ വെച്ചത് ചില റോളുകളിൽ നമുക്കതങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് അവിടെയും ഒരു ബഡ്ജറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിലെ മാക്സിമം ഇതിൻ്റെ ഷൂട്ടിംഗ് ഡേയ്സ് കുറയ്ക്കുക എന്ന് പറയുന്നതായിരുന്നു ചെയ്യാൻ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അത് പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് ആണ് ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടായിട്ടുണ്ട്. ജിസേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ എൻ്റെ ആദ്യ സിനിമ ഒന്നാണ് ബൈസിക്കിൾ ദിവസം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കരുതി ആസിഫ് ഖാന്റെ പടങ്ങളിലും ഞാൻ ഒരു സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ബൈസിക്കിൾ ദിവസം. ഒരുപാട് നാൾ മുമ്പേ ആസിഫ് ഖാൻ ആലോചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒരുപക്ഷെ ജിസേട്ടന്റെ സിനിമകളായാലും ഒക്കെ വേറൊരു രീതിയിലുള്ള ആസിഫ് അലീനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഡിഫറെന്റ് ആയ റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് റോളൊക്കെ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണല്ലോ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ആസിഫ് അലി എന്നുള്ള ഒരാളെ വിവേകായിട്ട് ആലോചിക്കണേ? ഞങ്ങൾ ഈ കഥ ചിന്തിച്ച സമയത്ത് നമുക്കൊരു യുവ പോലീസ് ഓഫീസറാണ് നായകൻ. അപ്പോൾ അതിൽ നിങ്ങൾ സിനിമ കണ്ടവർക്കറിയാം, പുള്ളിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു യുവ നായകൻ എന്ന് പറയുന്ന സംഭവം ചിന്തിച്ച സമയത്ത് 2018 കാര്യം പറഞ്ഞു. ഞങ്ങൾ ഈ കഥയുടെ രാമൻ കഥ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പെട്ടെന്ന് ചെയ്യുന്നു എന്നാണല്ലോ എല്ലാവരുടെയും വിചാരം. അപ്പോൾ നമ്മൾ അന്ന് ആലോചിക്കുന്ന സമയത്ത് നന്നായിട്ട് അഭിനയിക്കുന്ന, അധികം പോലീസ് വേഷങ്ങൾ ചെയ്യാത്ത ആസിക്കയാണ് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആസിക്കയാണ്. അപ്പോൾ അതൊരു അടുത്തൊരു കാരണം. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ആണ് ആസിഫിലേക്ക് എത്തിയത്. ഇപ്പൊ തലവൻ റിലീസായില്ല, കാർത്തിക് എന്നുള്ള റോള് കഴിഞ്ഞ് പടം ഇറങ്ങി ഇതുപോലെ തന്നെ പ്രേക്ഷകരോട് പുള്ളി പറഞ്ഞത് ഭയങ്കര ഇമോഷണൽ ആയിട്ടായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം ആൾക്കാരും അങ്ങനെ പുള്ളി ഇമോഷണലായി കണ്ടത് അപ്പോഴായിരുന്നു. 2024 ആസിഫ് അലി എന്നുള്ളൊരു നടന്റെ ഗ്രാഫും നമ്മൾ കണ്ടിട്ടുള്ള. ഈ തലവൻ ഇറങ്ങി ഉടനെ നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തെ അത്തരത്തിലൊരു 2024 ആസിഫ് അലിയോ തലവന്റെ സക്സസോ എന്തെങ്കിലും ഈ ക്യാരക്ടറിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അങ്ങനത്തെ ഒരു പുറത്തേക്ക് അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് ആണുള്ളത് നമുക്ക്. ഞാൻ പറയുന്നത് അത്തരത്തിലൊരു ആക്ടറെ ഇപ്പൊ പ്ലേസ് ചെയ്യുക 2025 ആകുമ്പോഴേക്കും റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു പടത്തിന് 24 മാറ്റങ്ങൾ ഏതെങ്കിലും രീതിയിൽ. അതായത് ആസിക്കയുടെ തലവൻ എന്ന് പറയുന്ന സിനിമ ഈ അടുപ്പിച്ച് 4 സിനിമകളാണ് ഏറ്റവും എല്ലാവരും പറയുന്നത്. അല്ല, അതിൽ ആദ്യത്തെ സിനിമ തലവനാണ്. തലവൻ ഞാൻ ഷൂട്ട് ചെയ്ത് എനിക്ക് 25-ാം ദിവസമോ എന്താണ് ആ സിനിമ റിലീസാവുന്നത്. അതിനുശേഷം എനിക്ക് ഡേയ്സ് അത്ര ഓർമ്മയില്ല, ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ റിലീസിന് പോകുന്നത്. അതിനുശേഷമാണ് അഡിയോസ് ഇറങ്ങുന്നത്, അതിനുശേഷമാണ് ലെവൽ ക്രോസ് ഇറങ്ങിയത്, അതിനുശേഷം കിഷ്കിന്ദ കഴിക്കുന്നത്. എനിക്കൊന്ന് അഡിയോസ് ഇറങ്ങുന്നതിന് മുമ്പ് രേഖാചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആസിഫ് നിങ്ങൾ പറയുന്ന ഈ 4 വലിയ വിജയങ്ങൾക്ക് മുമ്പ്, നല്ല സിനിമകൾക്ക് മുമ്പ് എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലെങ്കിലും ഈ പറയുന്ന വിജയോ പരാജയമോ ഒന്നും ആസിഫ് അലി എന്ന് പറയുന്ന നടനെയോ ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെയോ യാതൊരു രീതിയിലും ചേഞ്ച് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ കാണുന്ന സമയത്ത്, ഇന്നലെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന സമയത്തും ഈ പറയുന്ന വിജയിച്ച് നിൽക്കുന്ന ആസിഫ് അലിയാണ്. എനിക്ക് വിജയിച്ച് നിൽക്കുന്ന ആസിഫ് അലിയും പഴയ ആസിഫ് അലിയും തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്ക് പെരുമാറ്റത്തിലോ ഒന്നിനും തോന്നിയിട്ടില്ല. അതേപോലെ നേരെ തിരിച്ചു ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു നടൻ്റെ കുറച്ച് സിനിമകൾ ഒരു സമയത്ത് പരാജയപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഒരു കരിയർ എൻ്റെ ആവുന്നൊന്നും വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. അത് അങ്ങനെ ആരും വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഓരോ സമയത്തിന്റെ ഭാഗമായിട്ടും ചില സിനിമകൾ അടുപ്പിച്ച് വരുന്നതിൻ്റെ ചില സിനിമകളൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചത് പിന്നീട് ഇറങ്ങുന്നു. ഇതൊക്കെ ഒരു ടൈമിന്റെ ഇതായിട്ട് മാത്രം വരുന്ന സംഭവമാണ്. അതൊരു നടനെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന തിയേറ്ററിലേക്ക് ആളെ കയറ്റാനുള്ള കഴിവിനെയോ അദ്ദേഹത്തിന്റെ അഭിനയിക്കാനുള്ള കഴിവിനെയോ ഒന്നും നിർണ്ണയിക്കുന്നതല്ല ചില സിനിമകളുടെ പരാജയങ്ങളോ ചില സിനിമകളുടെ വിജയങ്ങളോ ഒന്നും. പുള്ളിക്ക് അത്തരത്തിൽ വ്യത്യാസങ്ങളില്ല, ഞങ്ങൾക്കും അത്തരത്തിൽ വ്യത്യാസങ്ങളില്ല. അനശ്വരയുടെ കഥാപാത്രത്തിനെ പറ്റി പറയുമ്പോൾ ശോഭ എന്നുള്ള പഴയ നടി എന്ന് പറഞ്ഞൊരു ഡയലോഗും കൂടെ വരുന്നുണ്ട്. അനശ്വര ഇതിൽ ഇന്നായ ശേഷമാണോ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്ന സംഭവമാണ്? അങ്ങനെ സിമിലർ ഫീച്ചേഴ്സിനെ പറ്റി ഒന്നും ചിന്തിച്ച് എടുത്തതല്ല അല്ലെ? നമുക്ക് അങ്ങനെ ചെയ്തതല്ല. സ്ക്രിപ്റ്റിന്റെ ഒഴുക്കിൽ ഈ പറയുന്ന രേഖ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന് അനുയോജ്യമായ ഒരു ഡയലോഗായിരുന്നു അത്. നിങ്ങളെല്ലാം ഇന്നലെ മമ്മൂക്കാനെ കണ്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പ്, കാണുന്നതിന്റെ കുറച്ച് മുമ്പ് രാവിലെ ആയാലും നിങ്ങളുടെയൊക്കെ പോസ്റ്റുകളിൽ മമ്മൂക്കാടെ യേസ് ആയിരുന്നു ഈ സിനിമയിൽ അത്യാവശ്യം വേണ്ടിയിരുന്നതെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അറിയാം, ഈ സിനിമയിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു മാസം മുമ്പ് ഞാൻ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇന്നലെ വൈകിട്ട് മമ്മൂക്കയെ കാണാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രസ് മീറ്റ് നമ്മുടെ ക്രൗൺ പ്രസ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ മമ്മൂക്ക് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ശ്രീലങ്കയിലായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് കണ്ട് മമ്മൂക്ക വീടെത്തി എന്ന് അറിഞ്ഞപ്പോൾ ആസിക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രസ് മീറ്റ് ഉണ്ടായിരുന്ന എല്ലാവരും കൂടി, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് വിളിച്ചപ്പോൾ നമുക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് നല്ല അഭിപ്രായം ഉണ്ടല്ലേ എന്ന് വെച്ചാൽ അന്ന് അങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോയത്, പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതല്ല. പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു പടം കഴിഞ്ഞിട്ട്, എന്തായിരുന്നു പുള്ളിയുടെ ഒരു യെസ് പറയിക്കെ പ്രീസ്റ്റ് വർക്ക് ചെയ്തതാണ് ഒബ്വിയസ്ലി. എങ്ങനെയായിരുന്നു നമുക്കിപ്പോൾ എന്താ കാര്യം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും പുള്ളിയുടെ ആ ഒരു യെസ് എന്നുള്ളതിലേക്ക് പുള്ളിയുടെ അടുത്ത് അവതരിപ്പിക്കുന്നതും പുള്ളിയുടെ റെസ്പോൺസും എന്തായിരുന്നു? അതായത് ഈ സിനിമ, ഇതിന്റെ കഥ ആദ്യം ഞാൻ ആലോചിച്ചത് പറഞ്ഞപ്പോൾ തന്നെ ഈ സിനിമ സംഭവിക്കണമെങ്കിൽ കുറെ പേരുടെ ഈ പറഞ്ഞ യെസ് വേണം. അതിന് ആദ്യം കിട്ടേണ്ടത് മമ്മൂക്കയുടെ യെസ് ആണ്. അപ്പം അത് മമ്മൂക്കയോട് പറഞ്ഞു മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ, ഇതിന്റെ മേലെ വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പം മമ്മൂക്കയോട് പറഞ്ഞു നമുക്കത് ഓക്കെയാണ്, നീ ചെയ്തോടാ എന്നാണ് പറഞ്ഞത്. ഇതിൽ കാതോട് കാതോരം എന്നുള്ള സിനിമയ്ക്ക് വലിയൊരു റോളുണ്ട് രേഖാചിത്രത്തിൻ്റെ അകത്ത്. അത് ട്രെയിലർ വന്നപ്പോൾ തൊട്ട് ആളുകൾ പറയുന്നതുമാണ്. അതേപോലെ ഭരതൻ സാറിനെ ഒക്കെ നമ്മൾ വീണ്ടും ഓർക്കുമായിരുന്നു ഇതിലൂടെ. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. എങ്ങനെയാ ആ പെർട്ടിക്കുലർ സിനിമ ഇതിലേക്ക് എടുക്കാം എന്ന് വിചാരിക്കുന്നത്? അത് ആദ്യ ദിവസത്തെ ഒരു ചർച്ചയിൽ തന്നെ ഈ കഥയുടെ ഒരു ബേസിക് ഐഡിയ രാമൻ പറഞ്ഞ സമയത്ത്, ഇത്തരത്തിലൊരു സംഭവം പറഞ്ഞ സമയത്ത് ഏത് സിനിമയിൽ ഇത് കൊണ്ടുവരണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അന്നത്തെ കാലത്തെ ഞങ്ങളൊരു പീരീഡ് നോക്കി അത് എങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പാട്ടുള്ള സിനിമ, അതിൽ കുറേ ആർട്ടിസ്റ്റുകളുള്ള സിനിമ എന്ന് പറയുന്ന സംഭവം വന്ന സമയത്താണ് അത് കറക്റ്റായിട്ട് എല്ലാം കൂടി ബ്ലെൻഡായി വന്നത്. ക്രൈം ആണോ, ഒരു ലൊക്കേഷൻ ആണോ, നിങ്ങൾ ഏതിലേക്കാണ് നിങ്ങളുടെ ഒരു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ഇതിൽ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണിലാലു, സെറിൻ, അതുപോലെ മനോജ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, വലിയൊരു കാസ്റ്റ് വരുന്നുണ്ട്. പല കാലഘട്ടങ്ങളായി വരുമ്പോൾ ചിലരുടെ ഒരു യങ്ങർ ഏജ് കാണിക്കുന്നത് ആയിട്ട് പലരും വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ കാസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്? ചിലർ മക്കൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കമൽ സാറിന്റെ മകൻ സംവിധായകനായിട്ടുള്ള ജെനിസ് മുഹമ്മദാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ ഭരതൻ സാറായിട്ട് നമുക്ക് KB വേണു എന്ന് പറയുന്ന മറ്റൊരു സംവിധായകനാണ്. ഓഗസ്റ്റ് ക്ലിബക്ക് എന്ന് പറയുന്ന സംവിധാനം ചെയ്ത പുള്ളിയാണ്. അദ്ദേഹമാണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. ജോൺ പോളായിട്ട് ദേവേന്ദ്രനാഥാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങളങ്ങനെ ഈ സിനിമയ്ക്ക് വലിയൊരു കുറച്ചധികം കാലം എടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന. പ്രിപ്പറേഷൻ മാത്രമല്ല, ഈ പറയുന്ന ഓരോ പ്രോസസ്സ് ഇങ്ങനെ. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് അറിയാതെ വന്നു വിട്ടവരാണ് ഇവരെല്ലാവരും. അതിൽ എനിക്ക് തോന്നുന്നു ജോൺ പോൾ സാറിൻ്റെ കാസ്റ്റിംഗ് മാത്രമാണ് നമ്മൾ കുറച്ചധികം തപ്പി കണ്ടുപിടിച്ചത്. ബാക്കി കമൽ സാറിനെ പോലെ തന്നെയാണ് കമൽ സാറിൻ്റെ മോൻ ഇരിക്കുന്നത് എന്ന് എൻ്റെ അടുത്ത് എഡിറ്റർ ഷമീറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നേരെ ഞാൻ വിളിച്ചു. അപ്പോൾ തന്നെ പുള്ളിയെ ഇതാക്കി. പിന്നെ ഈ KB വേണു എന്ന് പറയുന്ന സംവിധായകനെ പണ്ട് തൊട്ടേ എല്ലാവരും ഇങ്ങനൊരു ഭരതൻ്റെ സാമ്യമുള്ള മനുഷ്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അതും നേരത്തെ തന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. AI ബുദ്ധിപരമായും ഭംഗിയായും ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജോൺ പോൾ സാറിൻ്റെ ഒക്കെ ചരിത്രമെന്നിലൂടെയൊക്കെ കാണുമ്പോൾ നമുക്കും വളരെ സ്പെഷ്യലായിട്ടാണ് തോന്നുന്നത്. പെട്ടെന്ന് നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമൊക്കെ ആലോചിക്കുന്നത്. അതായത് ജോൺ പോൾ സാർ അതിൽ ഈ സിനിമയിൽ ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ജോൺ പോൾ സാർ ഈ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്ന ഒരാളാണ്. അദ്ദേഹം ഞാനിവിടെ ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഞാനും ജോൺ പോൾ സാറും തമ്മിൽ അത്യാവശ്യം ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ മമ്മൂക്കയോട് പറഞ്ഞ ശേഷം മമ്മൂക്ക ഓക്കെ അടുത്ത ഞങ്ങൾ സമീപിക്കുന്നത് ജോൺ പോൾ സാറെയാണ്. 2021 അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കോട്ടയത്ത് ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഞാനും ഇതിൻ്റെ കഥ എഴുതി രാമും കൂടിയിട്ട് അന്നാടെ പോയിട്ട് ഏകദേശം 5-6 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്നിട്ടാണ് കഥയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്, പഴയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഇപ്പോഴും അതിന് ശേഷം പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം എനിക്ക് അയച്ച വോയിസ്, എനിക്കും ആൻഡ്രോ ചേട്ടനും അയച്ച വോയിസ് ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പോർഷനിൽ ഏകദേശം ഇപ്പോൾ സിനിമ കാണുന്ന സമയത്ത് വരുന്ന ഒരു പോർഷനിൽ കഥ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആള് ജോൺ പോൾ സാറായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ സിനിമ ഇങ്ങനെ ഡിലേ ആവുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം വയ്യാതാവുകയും പിന്നീട് കുറച്ച് ദിവസം ശേഷം മരിച്ചു പോവുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫുള്ളായി സ്റ്റക്ക് ആവുകയാണ്. ഈ സിനിമ ഇനി എങ്ങനെ ഈ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആവുകയാണ്. അതിലെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ വന്നൊരു ഐഡിയ ആണ് ഇപ്പോൾ സിനിമയെ കാണുന്ന ഐഡിയ. ഈ AI എന്നുള്ളതിനെ യൂസ് ചെയ്തതിനെ പറ്റി, കാരണം അധികമൊന്നും മലയാളത്തിൽ അത് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇതിൽ യൂസ് ചെയ്ത പോലെ
നമ്മൾക്ക് ഇപ്പൊ പലതും പറയുന്നത് നമുക്ക് പരിമിതി ഉണ്ട് എങ്കിൽ കൂടി അപ്പോൾ എങ്ങനെയാ അതിനെ പറ്റി ആലോചിച്ച് ഈ സിനിമയുടെ കഥ ആദ്യം ആലോചിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചിട്ടില്ല, അത് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചത് വേറൊരു രീതിയിലായിരുന്നു. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ടോ ചില കാര്യങ്ങൾ ലേറ്റ് ആവുന്നത് ചിലത് നല്ലതിനാണ് എന്ന് പറയുന്ന പോലെ ഈ സിനിമ ഇത്രയും ലേറ്റ് ആയ സമയത്ത് ഈ പറഞ്ഞ പുതിയ ടെക്നോളജികൾ വരികയും ഇത്തരത്തിലൊരു സാധ്യത കൂടി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളതിനെ ശ്രമിക്കുകയാണ് ചെയ്തത്. അത് ഈ പറയുന്ന പോലെ പാളിപ്പോവാൻ വലിയ സാധ്യതകളുള്ള സമയത്ത് നമ്മൾ ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്ന സമയത്തും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഈ പറയപ്പെടുന്ന സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ടെൻഷനായി. കാരണം ഇത് നമുക്ക് ഷൂട്ടിൽ വരുന്ന ഒന്നല്ല, ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഇത് വരുന്നത്. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ എപ്പിസോഡ് എങ്ങനെ വരും എന്നുള്ളത് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിതിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നതിന് കാരണം എൻ്റെ സുഹൃത്താണ് അതിൻ്റെ VFX ചെയ്തിട്ടുള്ള ആൻഡ്രൂ എന്ന് പറയുന്ന പണ്ടോട്ട് പരിചയമുള്ള ആളാണ്. അപ്പോൾ ആൻഡ്രൂ ഇവിടെ ഒരുപാട് സിനിമകൾ 2010 ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആൻഡ്രൂനാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻഡ്രൂ സംഭവം വൃത്തിയായി ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ കഥ ആൻഡ്രൂനത്ത് പറഞ്ഞിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് അവൻ കോൺഫിഡൻ്റ് ആയിട്ടത് ഞാൻ ചെയ്തു തരാം എന്ന്, വർക്കാവും എന്ന് കോൺഫിഡൻസോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ്രൂന് അങ്ങനെ കോൺഫിഡൻറ്റോടെ പറയണമെന്നുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതുകൊണ്ടാണെന്നുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, അത് വർക്കൗട്ട് ആവും എന്നുള്ളത്. നമ്മൾ നേരൊക്കെ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ക്രൈമും കുറ്റവാളിയും എല്ലാം നമുക്കറിയാം, എന്നിട്ട് നമ്മളിതൊരു അന്വേഷണം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി ഭാഗത്തേക്ക് മുഴുവൻ. തുടക്കത്തിൽ തന്നെ നമുക്കിത് എല്ലാം അറിയുന്നുണ്ട്. അങ്ങനെ ഒന്നിനെ അപ്രോച്ച് ചെയ്യാണ് കൂടുതൽ പാട്. ഇൻട്രസ്റ്റിംഗ് ആക്കുക, ആൾക്കാർക്ക് എല്ലാം അറിഞ്ഞിട്ടും ആൾക്കാർ കണ്ടിരിക്കണമല്ലോ. ഇപ്പൊ രാമൂസുനിലും ജോൺ മന്ത്രിക്കലുമാണ് കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാ നിങ്ങളുടെ ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്? അത് രാമുവാണ് ഇതിന്റെ ആദ്യത്തെ കഥ പറയുന്നത്. അതിനുശേഷം ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് ഒരാളും കൂടി എഴുതാൻ വേണം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ സ്ക്രിപ്റ്റിലേക്ക് ജോൺ മന്ത്രിക്കലിനെ കൂടി വിളിക്കുന്നത്. അദ്ദേഹം ആനന്റെ കലിപ്പിലാണ് പോലെ പാണലി പോലുള്ള എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആസിഫിന്റെ ക്യാരക്ടറൈസേഷനിലൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഇത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ ക്യാരക്ടറാണ് ഈ പറയുന്ന അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യലൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു കർഷകന്റെ മകൻ എന്നൊക്കെ പറയുന്ന ആസിഫിന്റെ ഒരു ക്യാരക്ടറൈസേഷനിൽ പുള്ളിയുടെ ക്യാരക്ടർ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്ക് നമുക്ക് പറയാൻ വിചാരിക്കുന്നു റമ്മി കളിക്കുന്ന ഒരു പോലീസായിട്ടാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഈ അടുത്ത കാലത്ത് എല്ലാ ആൾട്ടർനേറ്റീവ്സ് ആവുന്ന സമയത്ത് പെട്ടെന്ന് വന്നൊരു സംഭവം. ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിന് കുറച്ച് മുമ്പ് വന്നൊരു ന്യൂസാണ്. ഈ അടുത്ത് ഇവിടെ ഇന്ത്യയിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ന്യൂസ് കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയ എന്നാണ് പെട്ടെന്ന് സംഭവം. അതുപോലെ തന്നെ അതിലൊരു സീനിൽ ഇപ്പൊ പുള്ളി ഇറങ്ങി ഒരു പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസിന് നമ്മൾ പണിയെടുക്കുന്ന അതിലിപ്പോ തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ ആവേശമല്ല ആവശ്യവുമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കാണിക്കുക എന്നുള്ളതിൽ ഇപ്പൊ ഒരു വലിയൊരു ഹീറോയിസമായി പോവുകയും ചെയ്യരുത്, സട്ടിലായി അത് കാണിക്കുകയും വേണം എന്നുള്ളൊരിതുണ്ടല്ലോ. അതൊരു സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തതാണ്. ഇത് ഈ സിനിമ ഇപ്പൊ കണ്ടവർക്കറിയാം ഇതൊരു റിയലിസ്റ്റിക് സിനിമയല്ല, ഇതൊരു സിനിമാറ്റിക് സിനിമയാണ്. അതിനെ ഞാൻ സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തതാണ്. അത്തരം സാധനങ്ങൾ ഞാൻ ഒട്ടും റിയലിസ്റ്റിക് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. സിനിമാറ്റിക് സിനിമകൾ തന്നെയാണ് എനിക്ക് താല്പര്യം. അപ്പം അങ്ങനെ സിനിമാറ്റിക് ആയിട്ട് സീനിനെ അപ്രോച്ച് ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ക്രൈം ഒക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഈ പ്രോട്ടോകോളും നമ്മുടെ സിനിമാറ്റിക് എലമെന്റ്സും കൂടെ അപ്പൊ അതിന്റെ ഒരു മീറ്റർ പിടിക്കുക എന്ന് പറയുന്നത്. കാരണം പ്രേക്ഷകൻ ഇപ്പൊ ഈ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു ഞാൻ ഇത്രത്തോളം ഓവർ തിങ്ക് ചെയ്യാറില്ല. ഇപ്പൊ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഓക്കെയാണെന്ന് തോന്നുന്ന സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറം പ്രേക്ഷകൻ എന്ത് ചിന്തിക്കും, നിരൂപകർ എന്ത് പറയും എന്നൊക്കെ അതിനെ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് വർക്കൗട്ടായി വരുമോ എന്നുള്ള കാര്യം ഭയങ്കര സംശയമാണ്. അതുകൊണ്ട് ഞാൻ അത്തരം ചിന്തകൾ സ്ക്രിപ്റ്റിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ മേക്കിങ്ങിന്റെ സമയത്തോ ചിന്തിക്കാറില്ല. അത് ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ ഈ തിയേറ്ററിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് അതിനെപ്പറ്റി അത്രയും ബോധരാകും. പ്രീസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ അത് അത്രയും വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. അത് സ്വാഭാവികമായിട്ടും എങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ അതിന്റെ റെസ്പോൺസും ഒക്കെ ഇതിലേക്ക് എന്താ പറയാ, പ്രീസ്റ്റ് അന്നത്തെ ഒരു അവസ്ഥയിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സിനിമയാണ്. ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്ന് അതിന്റെ ഒരു പോർഷനിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, 10-40% കഥ മാറ്റിയിട്ടാണ് അതിന്റെ കോവിഡിന് ശേഷം രണ്ടാമത് റീഷൂട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുക എന്ന് പറയുന്നത് മാത്രമായി അതിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങുകയും അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമായ വിജയം നേടുകയും ചെയ്തു. എന്നെ സംബന്ധിച്ച് പ്രീസ്റ്റ് ഭയങ്കര
സന്തോഷം നൽകുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഈ വിചാരിച്ച രീതിയിൽ കഥ മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഏതെങ്കിലും രീതി സംവിധായകൻ എന്നുള്ള രീതി? ഉറപ്പായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനൊരു കോവിഡ് എന്ന് പറയുന്നൊരു വൈറസ് വരുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ റാന്നിയിലത് 2 പേര് ഇവിടെ ഇറങ്ങുന്നു, കേരളത്തിലേക്ക് കോവിഡ് വരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരുന്നു പ്രീഷ്. അപ്പോൾ ഉണ്ണി സാർ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം സിനിമ സ്റ്റോപ്പ് ചെയ്യുകയാണ്, അത് മൊത്തത്തിൽ മാതൃകയായിട്ട് നമ്മൾ സിനിമ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്താണ് എപ്പോഴാണ് ഇത് പെട്ടെന്ന് തീരും, നമുക്ക് ഇതൊന്ന് തീർന്ന ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ നമുക്കത് എങ്ങനെ പോകണം നോക്കിയിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് നിർത്തിയ ഒരു മാർച്ച് 10-ാം തീയതി ഷൂട്ട് നിർത്തിയിട്ട് പിന്നെ അടുത്ത തുടങ്ങുന്നത് നവംബർ 15-നോ 20-നോ കണ്ടാണ്. അതായത് 7-8 മാസത്തിന് ശേഷം അത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ഇത്. അതേപോലെ തന്നെ 150 പേരുമായിട്ട് വലിയൊരു ക്രൂവായി ഈ പറയുന്ന എല്ലാത്തരം എക്യുപ്മെന്റ്സും വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് ഒരു ക്ലോസ്ഡ് സ്ഥലങ്ങളിൽ മാത്രം 50 പേരെ വെച്ചിട്ടാണ്, ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റ് 50 പേരെ വെച്ചിട്ടൊരു സിനിമ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് കഥകൾ മാറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ആ സമയത്ത് തോന്നിയ ധൈര്യം ത്തിന്റെ ഭാഗത്ത് ചെയ്ത് എടുത്തൊരു സിനിമയാണ്. അതന്ന് OTT-ക്ക് പോവാതെ തിയേറ്ററിൽ ഈ സിനിമ ഇറങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അന്നത്തെ ആഗ്രഹം. അത് സാധിച്ചു. അതിനൊപ്പം തന്നെ ആ സിനിമ സാമ്പത്തികമായിട്ട് ഇന്ന് പറയുന്ന വലിയ ബാധ്യതയൊക്കെ വരാവുന്ന രീതിയിൽ ഈ സിനിമ സ്റ്റക്കായി പോവുകയും വലിയ പൈസ അതിൽ ഇതാക്കി നിൽക്കുകയും ചെയ്തിട്ട് അത് റിക്കവറായി വരികയും അതിൻ്റെ ചുറ്റിനൊക്കെ വലിയ ലാഭം കിട്ടുകയും ചെയ്തൊരു സിനിമയായിട്ടന്ന് മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഒരു മമ്മൂക്ക ഫാൻ ഉണ്ട്, 2 സിനിമകളിലും മമ്മൂക്ക ഭാഗമാണ് ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പോൾ എങ്ങനെയാ ഇപ്പോഴും ആ ഒരു ഉള്ളിലെ മമ്മൂക്ക ഫാനിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാ? അതുണ്ട്. അത് ഈ പറയുന്ന അത് തുറന്നു പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ലാത്ത ഒരാൾ തന്നെയാണ്. എനിക്ക് സിനിമയെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ്, മറ്റുള്ള ആൾക്കാരൊപ്പം സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിൻ്റെ റിലീസിന് ശേഷം ഒരുപാട് തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊരു റെസ്പോൺസ് ഒക്കെ കേട്ടിട്ട് നമ്മൾ പിന്നീട് നമ്മുടെ സിനിമയെ പറ്റി ചിന്തിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പേ ചിന്തിക്കാറില്ല, ശേഷം ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടാവും, പോസിറ്റീവ് റിവ്യൂ ഉണ്ടാവും, ഏതെങ്കിലും എടുത്തു പറയുന്നുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുമോ കഴിഞ്ഞ സിനിമകളെ? ഞാൻ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് കടന്നില്ല. കാരണം ഇപ്പോൾ ഇന്നലെയാണ് റിലീസായത്. എനിക്ക് ആദ്യ ദിവസം കിട്ടിയതിനേക്കാൾ കൂടുതൽ നല്ല റിവ്യൂസ് ആണ് എനിക്ക് ജെന്യുവൻലി ഇന്ന് കിട്ടുന്നത്. ഇന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പോൾ ഫോൺ എടുത്താൽ തന്നെ അറിയാം, ഇഷ്ടംപോലെ കോൾസ് വരുന്നുണ്ട്. അത് സാധാരണക്കാരാണ് വിളിക്കുന്നത്. ഇപ്പോൾ പഴയ പോലെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് നമ്പർ കിട്ടുന്നത് പോലും അറിയില്ല. ഒരുപാട് കോൾസ് വിളിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനത് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബുക്കിംഗ് നോക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ആൾ കയറാത്ത സ്ഥലങ്ങളിലടക്കം ഇന്ന് ബുക്കിംഗ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് പോലും കയറുന്നു എന്ന് പറയുന്ന സംഭവം വരുന്നു. ഹാപ്പിയാണ്. അതിനെപ്പറ്റി ഇപ്പോൾ അടുത്ത ചിന്തകളിലേക്ക് ബാക്കി ഞാൻ വിലയിരുത്തലുകളിലേക്കൊന്നും കടന്നിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. ഇത്തരം ഒരു സിനിമ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കാലഘട്ടം കാണിക്കുമ്പോൾ 2 മുളച്ചു നിൽക്കാനും പാടില്ല, എന്നാൽ ആ കാലത്തേക്ക് നമ്മൾ എത്തുകയും വേണം. നല്ല ഭംഗിയിൽ അത് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു പഴയ കാലത്തേക്ക് എത്തുന്നു, പെട്ടെന്ന് തന്നെ സ്വിച്ചായി നമ്മൾ ഇവിടെ എത്തുന്നു. അപ്പോൾ അതിലിപ്പോൾ പറയേണ്ടത് എഡിറ്റിങ്ങും ഷമീർ മുഹമ്മദ് ആണെങ്കിലും ലിജു പ്രഭാകറിന്റെ കളറാണെങ്കിലും ഇവരൊക്കെ ഇപ്പോൾ മുജീബിന്റെ മ്യൂസിക് ആണ് എല്ലാം എടുത്തു പറയേണ്ടത്, അത് ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അസോസിയേഷൻ എങ്ങനെയായിരുന്നു ഇവരൊക്കെ ആയിട്ടുള്ള? ഇതില് ഇപ്പൊ പ്രീസ്റ്റിൽ നിന്ന് ഇത് വരുന്ന സമയത്ത് എനിക്ക് പുതുതായിട്ട് വന്നത് മുജീബും അപ്പുവാണ്, സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള അപ്പുവാണ്. ബാക്കിയുള്ളവരൊക്കെ എൻ്റെ പ്രീസ്റ്റിലുണ്ടായിരുന്ന എനിക്ക് വളരെ സൗഹൃദമുള്ള കുറച്ചധികം വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. മുജീബും അപ്പുവൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു അങ്ങനെ വർക്ക് ചെയ്യാൻ ഇതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ, നമ്മളിങ്ങനെ ചെയ്താലേ ഈ സിനിമ നടക്കുള്ളൂ എന്ന് അപ്പുവിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിന്ന് സിനിമ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിരക്കുകളിലേക്ക് വീണ്ടും പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്തേണ്ടി വരുന്നു. കുറേ സിനിമയെ പറ്റി ചോദിക്കാറുണ്ട്, അപ്പോൾ പിന്നീട് സംസാരിക്കാൻ വിചാരിക്കുന്നു. ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.